മോഹൻലാലിനെ സംഘപരിവാർ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കുകയാണ്. സംഘത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് മോഹൻലാൽ ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് മോദിയെ പുകഴ്ത്തിയതുമൊക്കെ കേരളത്തിൽ സംസാര വിഷയമായ കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമ്പുരാന്റെ വരവും സംഘികളുടെ വെറുക്കപ്പെട്ടവനായി മോഹൻലാൽ മാറുന്നതും. മോഹൻലാലിനെ വല്ലാതെ മാനസികമായി തന്നെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നാണ് അടുത്ത വൃത്തങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ എമ്പുരാൻ സിനിമ കുടുംബസമേതം പോയി കണ്ടത് മോഹൻലാലിന് ആശ്വാസവും സന്തോഷവുമേകി എന്നുള്ള കാര്യമാണ് അടുത്ത വൃത്തങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇനി ഒരിക്കലും സംഘത്തിനോടുള്ള ചായ്വ് പരസ്യമായി കാണിക്കില്ല എന്നത് മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായി മോഹൻലാൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുമെന്നും ലാൽ സൂചനകൾ നൽകുകയാണ്. CPM-ൽ മെമ്പർഷിപ്പ് എടുത്ത് സജീവമായ ഒരു പ്രവർത്തകനാകാൻ അല്ലെങ്കിൽ കൂടി പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെയാണ് ഇനി ലാലിന്റെ അടുത്ത നീക്കം. വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ വ്യക്തത വരും എന്നത് തീർച്ചയാണ്. മല്ലിക സുകുമാരൻ പ്രളയ സമയത്ത് BJP-യെ പരസ്യമായി പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പോലെയുള്ള മുഖ്യമന്ത്രി തന്നെ ഇനിയും വരണം എന്നതാണ് മല്ലിക സുകുമാരനും എടുത്തിരിക്കുന്ന തീരുമാനം. അത് പരസ്യമായി ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞ കാര്യവുമാണ്. സംഘപരിവാറിന് സിനിമയെ കാണാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല, അവർ മറയ്ക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും ആ സത്യം ഭൂമിയിൽ നിന്ന് വിട്ടു പോകില്ല എന്നത് അവർക്കും തീർച്ചയായ കാര്യമാണ്. എമ്പുരാൻ ഒരു രാഷ്ട്രീയ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നത് തന്നെയാണ് ഉത്തരം. എമ്പുരാനെ ചൊല്ലി ഇപ്പോൾ ഉയർന്ന ഈ പുകിലൊക്കെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് കെട്ടടങ്ങുകയും ചെയ്യും. ജനപ്രിയ മാധ്യമങ്ങൾ വായ്ക്ക് രുചിയായ പുതുവിഭവങ്ങൾ തേടി പോകുകയും ചെയ്യും. പൊടി അടങ്ങിയാലും ഒരു ഭീതി അവശേഷിക്കുക തന്നെ ചെയ്യും. അത് സംഘത്തിന് മാത്രമാണ്. സിനിമ എഡിറ്റ് ചെയ്തതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം തന്നെ അതിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് നീക്കം ചെയ്തു എന്നത് തന്നെയാണ്. എമ്പുരാൻ സിനിമയുടെ ക്രെഡിറ്റിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപിയുടെ പേര് നീക്കം ചെയ്തു എന്നത് എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. നന്ദി കാർഡിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും എമ്പുരാൻ സിനിമയെ മൊത്തത്തിൽ സംഘപരിവാറിന് ഒരു അടിയായി, തിരിച്ചടിയായി എന്നത് തന്നെയാണ് സത്യം.